ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ്. നമ്മൾ ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഓവറോൾ വലിയ വോളാറ്റിലിറ്റി ആയിരുന്നു അമേരിക്കയിൽ. പക്ഷേ ടുവേഴ്സ് ദ എൻഡ് മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് മാത്രമാണ് 9 പോയിന്റ് താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആമസോൺ, ടെസ്ല, മെറ്റാ പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ് ഇത്തരത്തിലുള്ള ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഉറ്റുനോക്കുന്നത് 12-ാം തീയതി പുറത്ത് വരുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. എക്സ്പെക്ട് ചെയ്യുന്നത് 3.7%. കഴിഞ്ഞ മാസം അത് 3.8% അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുള്ള ഡിസിഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിലുള്ളത്. അതിൻ്റെ ഇമ്പാക്റ്റിൽ ഗോൾഡ് ഇന്നലെ വീണ്ടും പുതിയ ഹൈ എടുത്തിരിക്കുകയാണ്. ജൂൺ ഫ്യൂച്ചേഴ്സ് $2384.35 പെർ ഔൺസ് വരെ ഉയർന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ $2372 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ഗോൾഡ് $2365 പെർ ഔൺസ് വരെ ഉയർന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ $2352 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം സിൽവറും ബെറ്റർ ആവുകയാണ്. സിൽവറിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് 66% ഹൈ ആണ്. ഇയർ ടു ഇയർ കമ്പയർ ചെയ്യുമ്പോൾ 2024 ആദ്യത്തെ 2 മാസത്തെ കണക്കെടുക്കുമ്പോൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹയർ ഇമ്പോർട്ട് ആയിരിക്കും സിൽവറിൽ. കാരണം ഇന്ത്യയിൽ സോളാർ ഫോട്ടോ വോൾട്ടൈക് സെല്ല് റിലേറ്റഡ് മോഡ്യൂൾസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഫാബ്രിക്കേഷനും റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലും വലിയ രീതിയിൽ സിൽവർ യൂസ് ചെയ്യുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ സിൽവറിൻ്റെ ന്യൂസ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു. സിൽവർ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇനി നമ്മൾ മറ്റ് കമ്മോഡിറ്റി നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ഇന്ന് മോർണിംഗിൽ $89.5 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ കോപ്പർ വീണ്ടും ഹൈ എടുത്തിരിക്കുകയാണ്. 17 മാസത്തെ ഹയർ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കോപ്പർ. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ടാണ് മറ്റെല്ലാ മെറ്റലുകളും ട്രേഡ് ചെയ്യുന്നത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് അമേരിക്കയിലത്തെ നോക്കുകയാണെങ്കിൽ 14.98 S&P 500 ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മിനിഞ്ഞാന്ന് 15.19 ആയിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് അമേരിക്കയിൽ. ഇനി യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഏഷ്യൻ മാർക്കറ്റ് മെജോറിറ്റി ബെറ്റർ തന്നെയായിരുന്നു. പക്ഷേ മിക്സഡ് റിയാക്ഷൻ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടു ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്കൈമെറ്റിൻ്റെ പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. പ്രൈവറ്റ് വെതർ ഫോർകാസ്റ്റിംഗ് ഏജൻസിയാണ്. അവർ പറയുന്നത് അടുത്ത വർഷം വലിയ രീതിയിൽ മൺസൂൺ ബെറ്റർ ആവും. നോർമൽ ടു എക്സസ് റെയിൻഫാൾ ആണ് പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് FMCG കമ്പനികൾക്കും ഓവറോൾ മാർക്കറ്റിന് പോസിറ്റീവ് ആണ്. ഓട്ടോമൊബൈൽ FMCG കമ്പനിയെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് റിലയൻസും ടെസ്ല ആയിട്ടാണ് JV വരുന്നതാണ് ഇന്ത്യയിൽ. ടെസ്ല കാർ മാനുഫാക്ചറിങ്ങിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. റിലയൻസിന് ഓൾറെഡി ഗ്രീൻ ഹൈഡ്രജൻ റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇന്ന് റിലയൻസ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വലിയൊരു കോർപ്പറേറ്റും കൂടി ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്തേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പ് JSW ഗ്രൂപ്പും കടന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഓട്ടോമൊബൈൽ കമ്പനികളെ സംബന്ധിച്ച് ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ്. വലിയ കോമ്പറ്റീഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ റിലയൻസിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പോസിറ്റീവുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. അഡാനി എൻ്റർപ്രൈസ് ഫിനോലെക്സിൻ്റെ കയ്യിൽ നിന്ന് 25 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് പൂനെയിൽ. അഡാനി ഡാറ്റാ സെൻറ്റർ തുടങ്ങാനാണ്. US ബേസ്ഡ് എഡ്ജ് കോണക്സ് കമ്പനിയായിട്ട് ഒരു ഓൾറെഡി JV ഉള്ളതാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ് അഡാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ച്. ശ്യാം മെറ്റാലിക്സ് 750 കോടി സ്പെൻഡ് ചെയ്യാൻ പോവാണ് അടുത്ത 2 വർഷത്തിനുള്ളിൽ. സ്റ്റെയിൻലെസ് സ്റ്റീല്, ഏറ്റവും ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീല് മാനുഫാക്ചർ ചെയ്യാനാണ്. പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ പേടിഎത്തിൻ്റെ ന്യൂസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസമൊക്കെ ധാരാളം നെഗറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ വന്നിരുന്നതാണ് കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ. പക്ഷേ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഫണ്ടുകളൊക്കെ പേടിഎത്തിൽ സ്റ്റേക്ക് കൂട്ടിയിരിക്കുകയാണ് Q4. തീർച്ചയായിട്ടും പേടിഎത്തിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. പോളിസി ബസാറും ICICI ലൊംബാർഡും തമ്മിലൊരു ട്രൈപ്പ് വന്നിട്ടുണ്ട്. പോളിസി ബസാർ പ്ലാറ്റ്ഫോമിൽ ICICI ലൊംബാർഡിൻ്റെ പോളിസികൾ വിൽക്കാനാണ്. ഒപ്പം പോളിസി ബസാർ പേയ്മെൻറ്റ് PB പേ എന്ന് പറയുന്ന പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസിൻ്റെ ഒരു
സബ്സിഡിയറിയും ഫോം ചെയ്തിട്ടുണ്ട്. പോളിസി ബസാർ നമ്മുടെ ടോപ്പ് പിക്കായിരുന്നു ഒരു വർഷം മുമ്പ് നമ്മുടെ AI റിലേറ്റഡ് സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ. തീർച്ചയായിട്ടും വീണ്ടും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലുപ്പിന് ഡോക്സിസൈക്ലിൻ ക്യാപ്സ്യൂൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള നോഡ് കിട്ടിയിട്ടുണ്ട്, പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ എക്സൈഡ് ഇൻഡസ്ട്രീസും സോളാർ റിന്യൂവബിൾ എനർജി രംഗത്തേക്ക് കടക്കാൻ ഒരു കമ്പനിയിൽ സ്റ്റേക്ക് എടുത്തിട്ടുണ്ട്, പോസിറ്റീവ് ന്യൂസാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഹോൾഡിംഗ് കമ്പനി ഇൻവെസ്കോ ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അക്വയർ ചെയ്യാണ് 60% സ്റ്റേക്ക് അക്വയർ ചെയ്യാനുള്ള അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടുണ്ട്, പോസിറ്റീവ് ന്യൂസാണ്. പ്രോട്ടിയാൻ ഇ ഗവർണൻസ് നമ്മുടെ ടോപ്പിക്കാണ്. 170 കോടി രൂപ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഒപ്പം പേയ്മെൻറ്റ് അഗ്രിഗേറ്ററും കൂടിയാണ്. അപ്പോൾ അഗ്രിഗേറ്റർ ബിസിനസ്സിൽ നിന്ന് നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉണ്ട്, നല്ലൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പോസിറ്റീവാണ്. പൈസാലോ ഡിജിറ്റൽ നമ്മുടെ ഒരു ടോപ്പിക്കായിരുന്നു. 32% Q4 അസറ്റ് അണ്ടർ AUM കൂടിയിട്ടുള്ളത്. പട്ടേൽ എഞ്ചിനീയറിംഗ് ഈ ധനകാര്യ വർഷം ഓർഡർ ബുക്ക് 25,000 കോടി ആവുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഫിനാൻഷ്യൽ 20,806 കോടിയായിരുന്നു, പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ പൊതുവേ ഇന്ന് വന്നിട്ടുള്ള ന്യൂസുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഇമ്പാക്റ്റാണ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ടെസ്ല, റിലയൻസ് ജോയിൻറ്റ് വെഞ്ചർ ടോക്കുകളൊക്കെ വളരെ പോസിറ്റീവാണ്. ഒപ്പം ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളെ സംബന്ധിച്ച് ഗ്ലോബലി വലിയ ഓർഡേഴ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളായ മസഗൺ ഡോക്ക്, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. IDBI ബാങ്കിൻ്റെ സ്റ്റേക്കിന് 3 ബാങ്കുകളാണ് ഇപ്പോൾ ക്യൂവിലുള്ളത്. ഒന്ന് എമിറേറ്റ്സ് NBD ആണ്, UAE ബേസ്ഡ്, അതുപോലെ തന്നെ ഫെയർഫാക്സ്, ഒപ്പം കോട്ടക് മഹീന്ദ്ര ബാങ്കുമാണ് IDBI സ്റ്റേക്കിന് വേണ്ടി ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, അപ്ലൈ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഡിസിഷനാണ്. ഈ മാസം എൻ്റോടുകൂടി ഡിസിഷൻ വരുന്ന, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബിഡ് ഇൻവൈറ്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും IDBIനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നു. നമ്മളൊരു പക്ഷേ പുതിയ ഓൾ ടൈം ഹൈ നിഫ്റ്റിയും സെൻസസൊക്കെ ഹിറ്റ് ചെയ്തേക്കാം. പക്ഷേ എവരി ഹയർ ലെവലിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനെടുക്കുന്ന തീരുമാനം നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.